ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിക്ക് വിട നൽകി ജന്മനാട്. അമറിന് അന്തിമ ഉപചാരം അർപ്പിക്കാനെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനും MP ഡീൻ കുര്യാക്കോസിനുമെതിരെ ജനരോഷമുണ്ടായി. വനവകുപ്പിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച ജനകീയ കൂട്ടായ്മ ചുള്ളിക്കണ്ടം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പുലർച്ചെ 3:30-യോടെയാണ് അമറിന്റെ മൃതദേഹം മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിലെ വീട്ടിലെത്തിച്ചത്. നാടിനും വീടിനും പ്രിയങ്കരനായ അമറിന്റെ ഛേദനേറ്റ ശരീരത്തിനു മുന്നിൽ പ്രിയപ്പെട്ടവർ വിങ്ങിപ്പൊട്ടി. അമറിനെ ഒരു നോക്ക് കാണാൻ അമേൽ തൊട്ടിയിലെ വീട്ടിലേക്ക് നാടൊന്നാകെ ഒഴുകിയെത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, MLA-മാരായ ആന്റണി ജോൺ, മാത്യു കുഴൽനാടൻ, യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്യാംരാജ് എന്നിവർ കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തി. ഇതിനിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ, MP ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കെതിരെയും ജനകീയ രോക്ഷം അണപൊട്ടി. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കുന്ന ആകെ 10-16 കിലോമീറ്റർ ഇതുള്ളൂ, ഫോറസ്റ്റ് ഏരിയ ഉള്ളൂ. ഈ ഫോറസ്റ്റ് ഏരിയയിൽ 10-30 ആനയ്ക്ക് ജീവിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അത് സ്ഥിതിക്ക് ആന ഈ ഫെൻസിങ് പൊളിച്ച് വന്നുകൊണ്ട് 1 മാസത്തോളമായിട്ട് ഞങ്ങൾ ഇതിന് കാവല് കിടക്കുക. ഇതെല്ലാം ഫോറസ്റ്റുകാരെ അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവിടെ 2019 വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെക്ക് ഡാമും കെട്ടി കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക്. പിന്നെ എങ്ങനെ അവരറിയാതെ ഇവിടെ ആന വരുന്നു? ഞങ്ങൾക്ക് ഇനി ഒരു ജീവൻ ഇതെല്ലാം ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഇതിന് ഒരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. കാട്ടാന ശല്യം തടയാൻ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പദ്ധതികൾ രൂപീകരിക്കുമെന്നും RRT ടീമിനെ രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി പാക്കേജിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വീടുകൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായി ഇടപെടാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും എത്തിച്ചു ഗൗരവപൂർവ്വമായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടും ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചു. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ നടന്ന അമറിന്റെ ഖബറടക്കത്തിന് പിന്നാലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചുള്ളിക്കണ്ടം വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി ജനകീയ സമിതി. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്യാംരാജ്. ജീവിതം എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങി ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയോ പഠിച്ച് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മുടെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും തിരിച്ച് ക്യാമ്പസിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി പോലും പറ്റാത്ത രീതിയിൽ വഴിയിൽ വന്യമൃഗങ്ങളുടെ ശല്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇതിനൊരു അവസാനം ഉണ്ടായേ തീരൂ. മലയോര മേഖലയിൽ കഴിഞ്ഞ 1 മാസത്തിനിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 3ാമത്തെ ആളാണ് അമർ. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനം വകുപ്പ് തയ്യാറാകാത്ത പക്ഷം പ്രതിഷേധം കടുപ്പിക്കുമെന്നും ജനകീയ സമിതി. ജനം, ഇടുക്കി.